അപ്പം നമ്മൾ ഇന്നലെ വെട്ടിയിലെ ഏതാണ് ക്രോപ്പ് ടോപ്പും പിന്നെ കോട്ടും അതിൻ്റെ ക്രോപ്പ് ടോപ്പാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്ക് പീസ് നമുക്ക് ജോയിൻ ചെയ്യണം സെൻറ്ററിൽ. അപ്പോൾ അത് 2 പീസായിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ജോയിൻ ചെയ്യാൻ പോകണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ക്രോസ് പീസ് എടുക്കുക, നമ്മൾ നെക്ക് മറിച്ചടിക്കുക. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. കാര്യം ഇതിനകത്ത് കയ്യിൽ നിന്ന് പിടിപ്പിക്കേണ്ട സ്ലീവ്ലെസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് തയ്ച്ച് കഴിയും. അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് വെച്ച് കഴുത്ത് അടിച്ചു ചെറിയ നോട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്ത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. ചെറിയ നോട്ടടിക്കുക, ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഴുത്തൊന്ന് പതിച്ചടിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രണ്ട് നെക്കിൽ നമ്മളൊരു പീസ് പ്രത്യേകമായിട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ആ പീസ് എടുക്കാം. ആ പീസ് ൻ്റെ അരികെ നമുക്കൊന്ന് മറിച്ച് അരികൊന്ന് അടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഇച്ചിരി വീതിക്ക് കഴുത്ത് ഇങ്ങനെ ഈ എന്താ പറയുക, ഉള്ളിലത്തെ സ്ട്രിപ്പ് ഇങ്ങനെ വീതിക്ക് അടിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെ അങ്ങനെ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുത്ത് വീതിക്ക് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്, ബാക്ക് നെക്കിനാണെങ്കിലും. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മുടെ റെഡിമെയ്ഡിൻ്റെ ഒരു നല്ലൊരു ഭംഗിയിൽ നല്ല ഒരു എന്താ പറയുക ഫിനിഷിങ്ങിൽ നല്ല കിട്ടിക്കോളും. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ ചെറിയ നോട്ടിട്ട് കൊടുക്കുക കേട്ടോ. നോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്ത് നല്ല എന്താ പറയുക ഭംഗിയിൽ അരികെ മടങ്ങി കിട്ടുള്ളൂ. ശേഷം നമുക്കിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പതിച്ച് നല്ല ഭംഗിയിൽ അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ചീത്ത വശത്തേക്ക് മറിക്കുക. ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് ചിലവർ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഹെമ്മിങ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഹെമ്മിങ്ങിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹെമ്മിങ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതാ. അപ്പോൾ ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കും. പക്ഷേ വൃത്തികേടൊന്നുമില്ല. ബട്ട് നല്ല മെറ്റീരിയലൊക്കെയാണ്. അഥവാ ചുരിദാർ ടോപ്പുകൾ, നല്ല റെഡിമെയ്ഡ് ടോപ്പുകൾക്കൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യും. കാരണം അതല്ല അതിൻ്റെ ഭംഗി. അല്ലാതെയുള്ള വീനക്ക് അങ്ങനെയുള്ളതിനൊക്കെ നമ്മളിങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുന്നത് ഒരു ഭംഗിയാണ് അത് റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ. ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൻ്റെ ഷോൾഡർ നമ്മൾ അടിച്ചു കൊടുക്കുക. നല്ല വശം വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ക്രോസ് പീസ് ബാക്കിലേക്ക് മറിക്കുക. അതിനുശേഷം തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് മറിച്ചെടുത്തിട്ട് നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കുക കേട്ടോ. സെയിം തന്നെ 2 ഷോൾഡറും ഇതുപോലെ തന്നെ നല്ല പീസും വെക്കുക. ബാക്കിലേക്ക് മടക്കുക. പിന്നെ ഒന്ന് ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. ശേഷം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. നെക്ക് ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ നമ്മൾ നൈറ്റിക്കൊക്കെ ബാക്ക് അടിച്ചു കൊടുക്കില്ലേ, അതേപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ബാക്ക് കാണില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഷോൾഡർ കൂട്ടുമ്പോൾ ചിലപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ തന്നെ കുറച്ച് ഷോൾഡർ ഇങ്ങനെ കുറച്ച് തള്ളി പുറത്തോട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളതങ്ങ് എക്സ്ട്രാസ് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ. പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് കൈ ജസ്റ്റ് ഡബിളായിട്ട് ഇങ്ങനെ മടക്കി, പണ്ടൊക്കെ ഷെമ്മി തയ്ക്കുന്ന പോലെ മടക്കി അടിക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. പിന്നെ ഓർത്തു ഇതൊരു ക്രോപ്പ് ടോപ്പല്ലേ, ക്രോസ് പീസ് വെച്ച് തന്നെ മടക്കി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്രോസ് എല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്യുവാണ്. എന്നിട്ട് നമ്മുടെ കൈയുടെ അരികത്തേക്ക് ഈ ക്രോസ് വെച്ചെടുക്കുക. നമ്മുടെ നെക്ക് എങ്ങനെ ചെയ്യുന്നോ അത് തന്നെയാണ് കേട്ടോ ഈ കൈക്കും ചെയ്യുന്നത്. കൈക്ക് പിന്നെ ഞാനിങ്ങനെ നോട്ടൊന്നും ഇട്ട് കൊടുക്കാറില്ല. കാരണം കൈ ഇത്തിരി നമുക്ക് പരന്ന ടൈപ്പല്ലേ, അതുകൊണ്ട് നോട്ടിട്ട് കൊടുക്കാറില്ല. ഞാൻ ഇതുപോലെ തന്നെ പതിച്ച് ഇങ്ങനെ അടിച്ച ശേഷം നമ്മളിപ്പോൾ ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി പിന്നെയും മടക്കിയിട്ട് നല്ല പീസിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ നെക്ക് മടക്കി അടിച്ച പോലെ തന്നെ പൈപ്പിങ് പോലെ ചെറിയ മടക്കി നമ്മൾ കൈ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടോ. സെയിം തന്നെ നമ്മുടെ 2 കൈയും സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. സെയിം പ്രൊസീജിയർ തന്നെ ആവർത്തിക്കുക. അപ്പുറത്തെ കൈക്കുഴിയും ഇതുപോലെ തന്നെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യുക. മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ചടിച്ച് കൊടുത്ത് സെയിം തന്നെ നമ്മൾ പ്രൊസീജിയർ ആവർത്തിക്കുക. ഒന്ന് മടക്കിയതിന് ശേഷം ഇത് അടിച്ചു കൊടുത്താൽ മതി, പതിച്ച് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ എന്താ പറയുക 2 കൈയും നമ്മളിങ്ങനെ തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും കൈ 2 ഫിനിഷ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് കൂട്ടിക്കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. കൈ 2 അരികും ഷേപ്പ് ചെയ്യുക. നേരെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടിട്ടുണ്ട്, അതിൽ കൂടി തന്നെ നമ്മളിങ്ങനെ അടിച്ച് കൊടുത്തേക്കുക കേട്ടോ. സെയിം തന്നെ അപ്പുറത്തെ
സൈഡും ഇതുപോലെ തന്നെ വരച്ചിട്ടിട്ടുണ്ട്. അതിൽ കൂടി തന്നെ അടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ രണ്ട് സൈഡും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ താഴത്ത് നമ്മുടെ അടിഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 1 ഇഞ്ചെങ്കിലും മടക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 1 ഇഞ്ച് 3/4 ഇഞ്ച് അകത്തോട്ട് പിന്നെ 1 ഇഞ്ച് മേളിൽ ഒന്നും കൂടി മടക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ മടക്കുമ്പോൾ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് പതുക്കെ വലിക്കാതെ കുടുക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചിലത് ഒത്തിരി മെഷീന് പ്രഷർ ചെയ്യാണ്ട് അതുകൊണ്ട് കൈവച്ച് നമ്മൾ ഈ മെറ്റീരിയൽ ഒത്തിരി വലിച്ചു പിടിക്കാതെ നമ്മൾ പതുക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒട്ടും ചുളിവില്ലാതെ കിട്ടും കേട്ടോ. അപ്പം ഞാനിത് തയ്ച്ച് കഴിഞ്ഞിട്ടോ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ ഒരു ടോപ്പ്. അപ്പോൾ ഇനി നമുക്കിനെ കോട്ട് തയ്ക്കാം കേട്ടോ. കോട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കൈക്ക് തുണി തികയിലായിരുന്നു. അപ്പോൾ കൈ മൊത്തം പീസാണ്. അപ്പോൾ നമുക്ക് പീസ് കൂട്ടാതെ തന്നെ കൈയുടെ ജോയിൻറ്റ് പീസുകളെല്ലാം കൂട്ടി വയ്ക്കാം. എന്നിട്ട് വേണം നമ്മുടെ കൈ കുഴിച്ച് വെട്ടാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ എല്ലാം 3 പീസാണ് ജോയിൻ ചെയ്യേണ്ടത്. ഒരു കൈക്ക് 2 പീസ് അപ്പുറം ജോയിൻ ചെയ്യണം. ഒരു കൈക്ക് 1 പീസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഒരെണ്ണം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് കൈയുടെയും എക്സ്ട്രാ പീസസുകൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. സെയിം തന്നെ മറ്റേ രണ്ടാമത്തെ കൈയുടെയും 1 പീസ് എടുക്കുക. 1 പീസ് എടുത്തിട്ട് ആ കൈയുടെയും 2 കൈമേലും പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അതിൻ്റെ അരികെ, അതായത് കൈയുടെ അറ്റം അടിച്ചുകൊടുക്കണം, മടക്കി അടിക്കുകയാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കൈയുടെ വീട് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അരികും കൂടി മടക്കി അടിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട, നമ്മളിനി 2 ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ കൂട്ടാൻ പോവാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നർ പീസ് ആയിട്ട് നമുക്ക് നമ്മൾ നെക്കൊക്കെ അടിക്കുന്ന പോലെ പീസ് വെച്ച് മറിച്ചടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അതൊരു കോളർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓവർലാപ്പ് കോളർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് പീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതൊരു 2 ഇഞ്ച് 2-2.25 ഇഞ്ച് വീതിയിൽ തന്നെ 2 പീസ് ഞാനിങ്ങനെ വെട്ടിയെടുക്കണേ. വെട്ടിയെടുത്തിട്ട് അതൊന്ന് നിവർത്തി ഈ പീസെല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്ത് വലിയ പീസായിട്ട് കിട്ടും അപ്പോൾ അന്നേരം. എന്നാലും നമുക്ക് ഈ കോളർ മേൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ബോഡി പീസ് എടുക്കുക. ബോഡി പീസ് എടുത്തിട്ട് അതിന്മേലെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലാക്ക് പീസ് എടുക്കുക. ബ്ലാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ ചീത്തവശത്തേക്ക്, ഉള്ളിലത്തെ ചീത്തവശത്തേക്ക് ഞാനിങ്ങനെ വെച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അതായത് നമുക്കൊരു കോളർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഒത്തിരി വലിച്ചൊന്നും അടിക്കരുത് ഈ ബ്ലാക്ക് പീസ്. അങ്ങനെ ഒത്തിരി വലിച്ചടിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ രണ്ടാമത് മടക്കി അടിക്കുമ്പോഴത്തേക്കും ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ അയച്ച് വേണം അയക്കാനായിട്ട്. ഒട്ടും പ്രഷർ കൊടുക്കാതെ നമ്മൾ വളരെ സാവധാനത്തിൽ വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പീസ് അതിനെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് പീസ് ഇങ്ങനെ നിവർത്തുക. ഇപ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ട് ഉണ്ടോ, ഇതിങ്ങനെ ഞാനിങ്ങനെ അടിച്ചിട്ട് ഇത് 2 പീസായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി നിവർത്തി ഇങ്ങനെ വെക്കുക. കണ്ടോ, നിവർത്തിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഒരു വീതിയിൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നല്ല ഭാഗത്തേക്ക് വെച്ച് അടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ അടി കിട്ടും. അത് മാത്രമല്ല അത് നല്ലൊരു ഭംഗിയിൽ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മേളിൽ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. വളരെ സാവധാനത്തിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചുളുക്ക് വീഴും. ഈ ഒരു പീസിന് ചുളുക്ക് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ പിരിഞ്ഞ് കിടക്കും. അങ്ങനെ പിരിഞ്ഞ് കിടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് മേളിലത്തെ പീസ് നമ്മൾ വെച്ച് അടിക്കുമ്പോൾ ഒട്ടും വലിക്കരുത്. എത്തിക്കാൻ വേണ്ടി നമ്മൾ വലിക്കില്ലേ, ക്രോസ് വലിക്കണം, അതുപോലെ ഒട്ടും വലിക്കരുത്. അടിയിലത്തെ പീസ്, അതായത് അടിയിലത്തെ പീസ് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് മേളിലത്തെ പീസ് കുടുക്കി വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ അടിയിലത്തെ സ്റ്റിച്ച് കുറച്ച് ഇങ്ങനെ വലിയുമ്പോഴത്തേക്കും മേളിലത്തെ പീസ് കൂടുതലുണ്ടാവും, അടിയിലത്തെ പീസ് പെട്ടെന്ന് സ്റ്റിച്ച് ആവുകയും ചെയ്യും, ഒരു വലിച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഷിഫോണാണെങ്കിലൊക്കെ മടക്കി അടിക്കുമ്പോൾ ഈ പിരിച്ചിൽ വരുന്നത്. പിന്നെ വീതിക്ക് അടിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തു.
ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് ഇങ്ങനെ ഒരു കോട്ട്. കാരണം ഇങ്ങനത്തെ കോട്ടല്ലേ നമ്മൾ ചെയ്തത്. ഒന്നുമില്ലല്ലോ, കോളറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു സിമ്പിൾ ഒരു കോട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം തയ്ച്ചത് കേട്ടോ. ഇനി നമ്മൾ കൈ എടുക്കുക. കൈ എടുത്തിട്ട് സെൻറ്റർ മാർക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കൈയിൽ നിന്ന് കുഴിച്ചു വെട്ടുക കേട്ടോ. കൈ കുഴിച്ചു വെട്ടിയാലേ കൈക്ക് ചുളുക്കൊന്നും ഇല്ലാണ്ട് കാണാൻ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കൈ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പ് എടുക്കുക. ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്കത്തേക്കും ഫ്രണ്ട് പോർഷനിലേക്ക് വരത്തക്ക വിധം നമ്മൾ ഹാൻഡ് വെച്ച് കൊടുക്കണേ കേട്ടോ. വെച്ച് കൊടുത്തിട്ട് നോർമൽ ഹാൻഡ് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ രണ്ടും ഞാൻ പിടിപ്പിച്ച് കൊടുക്കാനാണ് കേട്ടോ. സ്പീഡിലങ്ങ് ചെയ്യണേ. വേഗം പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് കേട്ടോ ഈ കോട്ട് ചെയ്യാനായിട്ട്. തയ്ക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ കോട്ടും ഇങ്ങനത്തെ ഒരു പാൻറ്റും സൂട്ടൊക്കെ ആണല്ലോ ഇപ്പോൾ കൊച്ച് ടീനേജ് പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ കൈ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ കൈയുടെ സൈഡ് അടിച്ചു കൊടുക്കുക. വണ്ണത്തിലോട്ട് സൈഡ് അടിച്ചു കൊടുക്കാം. ഞാൻ ഇറക്കം നോക്കാണ്ടോ. ഇറക്കം ഏകദേശം അത്യാവശ്യം 21 ഇഞ്ച് ഇറക്കമുണ്ട്. 22 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ ആരെങ്കിലും പീസ് പിടിപ്പിക്കാണ്ട് തന്നെ കുഞ്ഞാക്കി മടിക്കടിക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം ഞാൻ കൈ അടിച്ചു കൊടുക്കണേണ്. കൈയല്ല സൈഡ് കൂട്ടുക. അത്ര സൈഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. 2 സൈഡ് ഞാൻ കൂട്ടി കൊടുക്കണേണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ അളവൊക്കെ നേരത്തെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അളവിൽ തന്നെ വെച്ചിട്ടാണ് ഞാനങ്ങ് 2 സൈഡും വേഗം കൂട്ടുന്നത്. അപ്പോൾ വേഗം പണി പെട്ടെന്ന് കഴിയും കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒട്ടും എഫേർട്ടല്ലാത്ത ഒരു ടോപ്പാണ് കേട്ടോ. ഒട്ടും നമുക്ക് തല പുകയ്ക്കണ്ട. ഇതെങ്ങനെ തയ്ക്കുമെന്ന് വിചാരിച്ച് തലയൊന്നും പുകയ്ക്കണ്ട ഈ ഒരു കോട്ട് തയ്ക്കാനായിട്ട്. താഴത്തെ ഇതും മടിക്കടിക്കണേണ്. താഴത്തെ ഇതും സ്റ്റിച്ച് മടിക്കടിക്കണേണ്. അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഓവർ കോട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ്. തയ്ക്കാൻ എളുപ്പമാണ്. കോട്ടും തയ്ക്കാൻ എളുപ്പമാണ്. അതും തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. കൊള്ളാവോ? ടോപ്പും അതുപോലെ കോട്ടും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ട്. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കോട്ടും ടോപ്പും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ഇട്ട് കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കോട്ടും ക്രോപ്പ് ടോപ്പും കോട്ടും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഈ പാൻറ്റ് നേരത്തെ തയ്ച്ചതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കോട്ടിൻ്റെ ഫിഗർ വരുന്നത് കേട്ടോ. ഇച്ചിരി കൂടി പാൻറ്റ് ലൂസ് വേണ്ടവർക്ക് പാൻറ്റ് ലൂസാക്കാം, ടൈറ്റ് ചെയ്യാം. ടൈറ്റ് വേണ്ടവർക്ക് പാൻറ്റ് വേണമെങ്കിൽ ഇത്രയും ടൈറ്റ് ചെയ്യാം. ഈ പാൻറ്റ് ഇത്തിരി ലൂസാണ്, പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിളാണ്. അപ്പോൾ നമുക്ക് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ഞാൻ തയ്ച്ച ടോപ്പും ക്രോപ്പ് ടോപ്പും പിന്നെ ഓവർ കോട്ടും. കണ്ടോ ഇങ്ങനെയുണ്ട്. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടതിൻ്റെ ക്രോപ്പ് ടോപ്പ് ഇതേ ഇങ്ങനെയാണ് വരുന്നത്. ജാക്കറ്റിൽ ഞാൻ ഈ പീസ് പിടിപ്പിച്ചത് കൊണ്ടിട്ടാണ്. കണ്ടോ ഇങ്ങനൊരു ഫിഗർ നമുക്ക് കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു ഓവർ കോട്ട് പോലെയുള്ള ആ ഒരു ഇത് കിട്ടും. പിന്നെ കൈ കുറച്ച് ലൂസാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. അത് നമ്മുടെ ഇതിൽ ഇച്ചിരി കൈ വേണ്ടതായിരുന്നു, പക്ഷേ കൈ തിളങ്ങില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വളരെ സിമ്പിളാണ്. ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റാണിത് അല്ലേ. ഒരു വിധപ്പെട്ട എല്ലാവർക്കും മിക്കവരും ക്രോപ്പ് ടോപ്പ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊക്കെ എനിക്കൊന്നൊക്കെ അത്രയും പറ്റില്ല. ഇത് തന്നെ കുറവാണ്. എന്നാലും ഓക്കെ, ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്ക് ഇത്രയും തന്നെ ക്രോപ്പ് ടോപ്പ് ഇത്രയും തന്നെ ഇടാറില്ല. കുറച്ചും കൂടി ഇറക്കം കുറവായിരിക്കും. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ക്രോപ്പ് ടോപ്പ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇച്ചിരി നമ്മുടെ വയറൊക്കെ ഇച്ചിരി കാണുന്ന രീതിയിലുള്ള ക്രോപ്പ് ടോപ്പ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ.
ബായ്. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.